തുഷാറിനെ സമ്മർദ്ദത്തിലാക്കി മത്സരിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ബി.ജെ.പി. നേതൃത്വത്തിന് അതിലും വലിയ സമ്മർദ്ദം. തൃശൂരിൽ മത്സരിക്കാം, തോറ്റാൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് തുഷാറിന്റെ ഉപാധി. എന്നാൽ ബി.ജെ.പി. ദേശീയ നേതൃത്വം ഇക്കാര്യം അംഗീകരിച്ചില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ശബരിമല സമരത്തിലൂടെ ബി.ജെ.പിയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ കെ സുരേന്ദ്രനെ തൃശൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. സുരേന്ദ്രനെ വെട്ടാൻ ശ്രീധരൻപിള്ള ആ സീറ്റ് ബി.ഡി.ജെ.എസിന് നൽകുകയായിരുന്നു. അതിന് കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയാണ്. തൃശൂരിൽ ടി.എൻ. പ്രതാപൻ യു.ഡി.എഫിനും രാജാജി മാത്യു എൽ.ഡി.എഫിനും വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ എൻ.ഡി.എക്ക് ഇതുവരെ സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താനായിട്ടില്ല. അതിൽ പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി തുഷാർ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. മുമ്പ് ബി.ഡി.ജെ.എസിന്റെ സമ്മർദ്ദത്തിനു മുന്നിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വഴങ്ങിയിട്ടില്ല. കൊടുക്കാമെന്ന് ഉറപ്പു നൽകിയ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ പോലും നൽകിയിട്ടില്ല. തുടർന്നാണ് വെള്ളാപ്പള്ളി ബി.ജെ.പിയുമായി അകന്നത് തന്നെ. ബി.ഡി.ജെ.എസിന്റെ നേതൃസ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറി നിന്നു. തുടർന്നാണ് തുഷാർ യോഗം ഭാരവാഹിയായി ഇരുന്നു കൊണ്ട് മത്സരിക്കേണ്ടെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചതും. അതുതന്നെ വലിയ തന്ത്രമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് തന്നെ. തുഷാർ മത്സരിക്കില്ലെന്ന് ആദ്യമേ പറയുകയും ബി.ജെ.പി. നിർബന്ധിച്ച് കളത്തിലിറങ്ങുമ്പോൾ തോറ്റാൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്യുക. തന്നില്ലെങ്കിലും തൃശൂരിൽ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും തുഷാർ പറയുന്നു. കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് നേടിയ മണ്ഡലമാണ് തൃശൂർ. ഇത്തവണ അതിലേറെ വോട്ട് പിടിക്കാനാകുമെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പുമുണ്ട്. അതിനാൽ സീറ്റ് കൈമാറിയതിനാൽ നേതാക്കൾക്ക് അതൃപ്തിയുമുണ്ട്. ഈഴവ വോട്ടുകൾ കൂടുതലുള്ള തൃശൂരിൽ തുഷാറിനേക്കാളും സ്വാധീനമുള്ള നേതാവാണ് കെ സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇതുവരെ തീരുമാനങ്ങളും ആയിട്ടില്ല. തൃശൂരോ പത്തനംതിട്ടയോ നൽകാതെ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുരേന്ദ്രൻ. കേരളത്തിൽ നിന്ന് ബി.ജെ.പി. നേതാക്കളിൽ വി. മുരളീധരന് മാത്രമാണ് ദേശീയ നേതൃത്വം രാജ്യസഭാ സീറ്റ് നൽകിയത്. സുരേഷ് ഗോപിക്കും ഇന്നലെ വന്ന കണ്ണന്താനത്തിനും സീറ്റ് നൽകിയതിൽ മറ്റ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. പണിയെടുക്കുന്ന നേതാക്കൾക്ക് പകരം ജനങ്ങളെ ആകർഷിക്കാൻ ഏതെങ്കിലും പ്രമുഖന് സ്ഥാനമാനങ്ങൾ നൽകുന്നത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഊർജം കെടുത്തുമെന്നാണ് ആക്ഷേപം. ആറ്റിങ്ങലിലേക്ക് ടി.പി. സെൻകുമാറിനെ ആദ്യം പരിഗണിച്ചിരുന്നെങ്കിലും നമ്പി നാരായണന് എതിരെ പ്രസ്താവന നടത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഇല്ലായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങൽ സീറ്റ് ലഭിക്കുമായിരുന്നില്ല. എന്തായാലും തുഷാർ ബി.ജെ.പിക്ക് നേരെ വിലപേശുന്ന ഈ തന്ത്രം ഫലിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.